ഹായ് മക്കളെ, ഒന്നും പഠിച്ചു തുടങ്ങാത്ത ഒരുപാട് കുട്ടികളുണ്ട് +1 ഇപ്പോൾ അറിയാം. ഓക്കെ, ഇതാ ഇപ്പോൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ ഒരുപാട് സബ്ജക്റ്റുകൾക്ക് ഫെയിലായിട്ടുള്ള കുട്ടികളുണ്ട്. റെഡി? അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. നമുക്ക് ഫെബ്രുവരി 16 നിങ്ങൾക്ക് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ജനുവരി 15-16 ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ കറക്റ്റ് എത്രയാ? 1 മന്ത് നിങ്ങളുടെ മുന്നിലാണ് ഉള്ളത്. 1 മന്താണുള്ളത്. അപ്പോൾ ഒന്നും പഠിക്കാത്ത സ്റ്റുഡൻസ് മക്കളെ ഇനി ചെയ്തോളുക, പഠിച്ചോളുക. വർഷാവർഷം +2 കഴിഞ്ഞ് പോകുന്ന കുട്ടികളിൽ ഓക്കെ 1000, 2000, 3000 റേഞ്ചിലാണ് കൊമേഴ്സ് കഴിഞ്ഞ് പോകുന്ന ഫെയിലായിട്ടുള്ള കുട്ടികളുടെ കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി? 1000, 2000, 3000 വർഷാവർഷം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അതൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഫുൾ തിയറി സബ്ജക്റ്റ് ആയിട്ടുള്ള ബിസിനസ്സിന് വരെ കുട്ടികൾ തോൽക്കുന്നുണ്ട്. ആരായി തോൽക്കുന്നത്? കൊമേഴ്സ് അല്ലേ. കൊമേഴ്സ് ഒന്നും പഠിക്കാനില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ കൊമേഴ്സ് എടുത്തത്, തലേന്നൊന്ന് നോക്കിയാൽ മതി ഞാൻ പാസ്സാവും എന്നുള്ള രീതിയിൽ പഠിക്കാതെ ട്യൂഷൻസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വേണ്ട, കൊമേഴ്സ് അല്ലേ എന്ന് പറയുന്ന കുട്ടികളാണ്. ഓക്കെ, ആ ലെവലിലുള്ള അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇതാ ഇപ്പോഴും ഉണ്ട്. ക്രിസ്മസ് എക്സാമിന് പല സബ്ജക്റ്റുകൾക്കും ഫെയിലായിട്ടുള്ള, ഇപ്പോഴും ഒരു ബോധവും ഇല്ലാത്ത, സ്വയം ഞാനങ്ങ് പാസ്സായിക്കോളും, എക്സാമിനൊക്കെ ഇനി ടൈം ഉണ്ടല്ലോ എന്ന് കരുതിയിരിക്കുന്ന കുട്ടികളുണ്ട്. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. എക്സാമിന് തലേന്നൊന്നും പഠിച്ചാൽ മക്കളെ പാസ്സാവാൻ പോകുന്നില്ല, തോൽക്കും. +1 തോറ്റു കഴിഞ്ഞാൽ +2 നല്ല രീതിക്ക് നിങ്ങൾ തോൽക്കും. +1നേക്കാൾ ഡബിളാണ് പഠിക്കാനുള്ളത്. നല്ല രീതിക്ക് ടഫാകാൻ പോവാണ് ഓരോ സബ്ജക്റ്റും +2-ലും. സോ മാക്സിമം മാർക്ക് എത്രയും നല്ലത്. എന്താണ് നിങ്ങൾ പഠിക്കാനൊന്നും താല്പര്യമില്ലാത്ത കുട്ടികളാണ്, വേണ്ട എനിക്ക് പഠിക്കേണ്ട അങ്ങനെയൊക്കെ ഉള്ള ഒരു ലെവലിലാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ ഉള്ളൊരു മൈൻഡാണ് നിങ്ങളെങ്കിൽ, ദയവ് ചെയ്തിട്ട് +1 എങ്കിലും എഴുതി ഡബിൾ പാസ് വാങ്ങാൻ ശ്രമിക്കുക നിങ്ങൾ. ഓക്കെ, നിങ്ങളോടാണ് ഈ പറയുന്നത്. ഓക്കെ, റെഡി? ഇനി നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒന്നും പഠിക്കാത്ത കുട്ടികളാണ് നിങ്ങളെങ്കിൽ, ഇനിയുള്ള 1 മാസം 1 മന്ത് നിങ്ങളോട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എടുക്കൂ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കൂ, അല്ലെങ്കിൽ പഴയ ക്ലാസ് കാണൂ, അങ്ങനെ കാണൂ, ഇങ്ങനെ കാണൂ എന്നൊന്നും സാറ് പറയുന്നില്ല. ഇതങ്ങോട്ട് ഫോളോ ചെയ്താൽ വെറും 1 മാസമാണ് ഉള്ളത്. 1 മാസം കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്സും കാര്യങ്ങളും അല്ല നിങ്ങളുടെ കയ്യിലുള്ളത്. നമ്മൾ 6 സബ്ജക്റ്റുകൾക്ക് 10-50ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓരോ ദിവസം ഓരോ ചാപ്റ്റർ വെച്ച് പഠിച്ചാലും നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, അതുകൊണ്ട് പഠിക്കണം, മാർക്ക് വാങ്ങണം, പാസ്സാവണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളാണ് നിങ്ങളെങ്കിൽ ഈ കാര്യം ശ്രദ്ധിച്ചോളൂ. ആദ്യം ഒരു റിസോഴ്സസ് ഒന്ന് അങ്ങോട്ട് സെറ്റ് ചെയ്തോളാം. ഓക്കെ, 1 മാസമല്ലേ മുന്നിലുള്ളൂ. ഈ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തപ്പി എടുക്കൂ, അതും ഇതും, അല്ലെങ്കിൽ ഗൈഡ് വാങ്ങൂ, ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങൂ എന്നൊന്നല്ല സാറ് പറയുന്നത്. ജസ്റ്റ് ടെക്സ്റ്റ് നോട്ട് എടുത്ത് വെച്ചോളാം. ഓക്കെ, ടെക്സ്റ്റ് നോട്ട് ഒന്ന് എടുത്ത് വെച്ചോളാം. ഇതൊക്കെ കയ്യിലുണ്ടോ? ഉണ്ടാക്കിക്കോ. നോട്ടും ടെക്സ്റ്റും ഒക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും എടുത്ത് വെച്ചോളുക. റെഡി? ഇനി കുറച്ചധികം ഓക്കെ മൈൻഡ് നിങ്ങൾക്ക് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ, എനിക്ക് പഠിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് കുറച്ച് PYQസും കൂടെ എടുത്ത് വെച്ചോളാം. ഇഷ്ടം പോലെ കിട്ടും. ഓക്കെ, എടുത്ത് വെച്ചോളാം. നോട്ട്, ടെക്സ്റ്റ് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റേഴ്സും പഠിച്ച് തുടങ്ങിക്കോളുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം സെറ്റ് ചെയ്ത് വെച്ചോളുക നമ്മളുടെ ഡെഡ് ലൈൻ എപ്പോഴത്തേക്ക് നിങ്ങൾ പഠിച്ച് തീർക്കണം. ഒന്നുമില്ല, ഫെബ്രുവരി 16 ഒറ്റ മാസമേ നിങ്ങളെ മുന്നിലുള്ള ഒറ്റ മാസം. അതാണ് ഡെഡ് ലൈൻ. 1 മാസം ഇത്രയും ദിവസം പഠിച്ചിട്ടില്ലല്ലോ അല്ലേ? 1 വർഷം കഴിഞ്ഞു, അത്രയും കാലം പഠിച്ചിട്ടില്ല. 1 മാസമെങ്കിലും പഠിച്ചൂടെ? 1 മാസമെങ്കിലും ആ ടെക്സ്റ്റും നോട്ടൊക്കെ എടുത്തൊന്ന് നല്ല രീതിക്ക് ഒന്ന് ഇരിക്കണം. അതിരിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് സ്റ്റുഡൻ്റ് ആണ് എന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ലാസ്റ്റ് കാര്യം ഒന്നുമില്ല, ഇതങ്ങോട്ട് നടപ്പാക്കുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, 1 മാസം ഒന്നും പറയുന്നില്ല, എക്സ്ട്രാ ഒന്നും പറയുന്നില്ലല്ലോ. 1 മാസം ഒന്ന് പഠിക്കുക, ആ ടെക്സ്റ്റും നോട്ടും വെച്ച് ഒന്ന് പഠിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഒന്നും പഠിച്ചിട്ടില്ല, ക്രിസ്മസ് എക്സാമിന് കുറേ സബ്ജക്റ്റ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ള കുട്ടികളോടാണ് ഈ പറയുന്നത്. നിങ്ങളോട് എക്സ്ട്രാ ഒന്നും ഒന്നും ചെയ്യാൻ സാറ് പറയുന്നില്ല. ജസ്റ്റ് ആ ടെക്സ്റ്റും നോട്ടും എടുത്ത് വയ്ക്കുക. ഈ 1 മാസം കൊണ്ട്
നിങ്ങളുടെ സിലബസുകൾ കവർ ചെയ്യുക. എങ്ങനെ കവർ ചെയ്യണം എന്നുള്ള സാറ് പറഞ്ഞുതരാം. ഒന്നുമില്ല, നിങ്ങൾക്ക് എന്താ വൺ ഷോട്ട് കാര്യങ്ങളൊക്കെ കാണുക. നമ്മളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് എക്സാമിന് വേണ്ടി തന്നെ നമ്മൾ 90% നമ്മളെ സിലബസുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇല്ലേ? എങ്ങനെയാ? യെസ്, നമ്മൾ വൺ ഷോട്ടുകളും റിവിഷനും മാരത്തോണും ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ സെഷൻസ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അത് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്തെടുത്ത് കണ്ടാൽ മതി നിങ്ങൾക്ക്. അങ്ങനെയെങ്കിലും നിങ്ങളെന്ത് ചെയ്യുക, ഒരു മാസം കൊണ്ട് പഠിക്കാനുള്ള ആ ചാപ്റ്റേഴ്സ് എല്ലാം ഒരിക്കൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യാൻ റെഡിയാണോ? February 16 നിങ്ങൾക്ക് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. പബ്ലിക് എക്സാമിൻ്റെ അതേ ഇമ്പോർട്ടൻസ് മോഡൽ എക്സാമിന് കൊടുത്തിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. സോ ഈ ഒരു കാര്യം ഇനി ചെയ്യുക. എക്സ്ട്രാ ഒന്നും സാറ് പറയുന്നില്ലല്ലോ, കുറേ ഹാർഡ് വർക്ക് ചെയ്യാനൊന്നും പറയുന്നില്ല. ബേസിക്കായിട്ടുള്ള കാര്യം ടെക്സ്റ്റും നോട്ട് എടുത്തിച്ചൊന്ന് പഠിച്ചു തുടങ്ങുക, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ അത് എപ്പോൾ ഒരു മാസം കൊണ്ട് നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഇനിയുള്ള ഒരു മാസം ടൈം യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യാൻ റെഡി അല്ലെങ്കിൽ ഷുവറായിട്ട് പറയുന്നു, നിങ്ങൾ 100% +1 ഫെയിലായിരിക്കും. +1 ഫെയിലായാലും +2 നിങ്ങൾ ഫെയിലായിരിക്കും ഷുവർ. ഓക്കെ, ഒന്ന് മനസ്സിലാക്കുക, പഠിച്ചു തുടങ്ങിക്കൊള്ളുക.